ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എൻ്റെ കൂട്ടുകാരുടെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡേ ഇൻ ലൈഫാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇന്നാണെങ്കിൽ ഇക്കല്ലാത്തൊരു ദിവസമാണ്. അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ രാവിലെ തന്നെ അതാ ഇക്കല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഭൂരി ഉണ്ടാക്കാൻ നിൽക്കണം കേട്ടോ. ഇക്ക ഉണ്ടെങ്കിൽ ഭൂരി ഉണ്ടാക്കില്ല. ഇക്ക ഗോതമ്പിൻ്റെ ഒരു ഐറ്റവും കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഇക്കല്ലാത്ത ടൈമിൽ മാത്രം ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുള്ളൂ. അല്ലെങ്കിൽ ഇക്കാക്ക് സെപ്പറേറ്റ് വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഭൂരി ആണെങ്കിൽ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ, ഭൂരിയും ഇസ്റ്റു കറിയൊക്കെ. അപ്പം അന്ന് രാവിലെ ഭൂരി ഉണ്ടാക്കാന്ന് വെച്ചാൽ ഞാൻ രാവിലെ എണീറ്റ് വയ്ക്കന്നെ തുണികൾ തിരുമ്പാൻ പോയതിന് മുന്നേ തന്നെ ഞാൻ മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ മാവ് കുഴച്ച് വെച്ചിരിക്കണത്. അപ്പം ആദ്യം മാവ് കുഴച്ച് വെച്ചതിന് ശേഷം ഞാൻ തുണി തിരുമ്പാനൊക്കെ പോയത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേനും മാവൊന്ന് സോഫ്റ്റായി വരുമല്ലോ. അപ്പം അതൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വേഗം ഈ സ്റ്റൂൽക്കുള്ള ഉരുളൻകിഴങ്ങൊക്കെ നേരാക്കി വെച്ച്, പിന്നെ ഇവിടെ ആണെങ്കിൽ ഗോതമ്പിൻ്റെ ഐറ്റംസ് ഒന്നും ഈ ഭൂരി ഒഴിച്ച് വേറെ ഒന്നും ഇവിടെ എനിക്കും പറ്റില്ല, എൻ്റെ മക്കൾക്കും പറ്റില്ല, എൻ്റെ ഇക്കാക്കും പറ്റില്ല കേട്ടോ. അപ്പോൾ ഭൂരി ആണെങ്കിൽ നല്ല ഇഷ്ടമാണ്. ഭൂരി അതുപോലെ മസാലക്കറിയും ഭൂരിയും, അല്ലെങ്കിൽ ഗ്രീൻ പീസ്. സൗണ്ട് ഭയങ്കര തൊണ്ടയ്ക്ക് ഒരു കരകരപ്പുണ്ട് കേട്ടോ. അതാ സൗണ്ട് ഇങ്ങനെ ഇടക്കിടക്ക് പോണത്. ഇന്ന് രാവിലെ തൊട്ട് എണീറ്റപ്പോൾ തന്നെ സൗണ്ട് ഒരു സുഖമില്ല കേട്ടോ. തൊണ്ടവേദന വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. സൗണ്ട് ശരിക്കും വരുന്നില്ല. അപ്പം അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് ഗോതമ്പിൻ്റെ ഐറ്റംസുകൾ ഞാൻ ഇവിടെ ഭൂരി മാത്രം ഉണ്ടാക്കുള്ളൂ കേട്ടോ. പിന്നെ ആണെങ്കിൽ ഇക്കാക്കാണെങ്കിൽ നൂൽപുട്ട്, പുട്ട്, അതുപോലെ പുട്ട് കഴിക്കാൻ പറ്റില്ല. പുട്ടാണെങ്കിൽ എപ്പോഴെങ്കിലും ഉണ്ടാക്കുള്ളൂ. പുട്ട് കഴിച്ചാൽ നെഞ്ഞ് നീറും. പിന്നെ നൂൽപുട്ട്, പത്തിരി ഞാൻ എപ്പോഴൊന്നും ഉണ്ടാക്കില്ല, വല്ലപ്പോഴും പത്തിരി ഉണ്ടാക്കുള്ളൂ കേട്ടോ. അപ്പം അധികം ഞാൻ നൂൽപുട്ട്, അതുപോലെ ഇഡ്ഡലി, ദോശ, വെള്ളപ്പം. ഇഡ്ഡലി ആണെങ്കിൽ മക്കൾക്ക് പറ്റൂല, മക്കൾ ഇഡ്ഡലി ഉണ്ടാകുന്നേ ഇല്ല. അപ്പം ഇഡ്ഡലിയുടെ മാവാണെങ്കിൽ ഞാൻ അവർക്ക് വേറെ ദോശ ഉണ്ടാക്കി കൊടുക്കും, ഞങ്ങൾ ഇഡ്ഡലി കഴിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഭൂരി ആണെങ്കിൽ സ്കൂളില്ലാത്ത ദിവസമൊക്കെ ആണെങ്കിൽ നല്ല ചൂടോടെ തന്നെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ചൊക്കെ രണ്ടാളും കഴിക്കും കേട്ടോ. അതിന് കറിയും വേണം, ഉള്ളിക്കറിയോ അല്ലെങ്കിൽ ഇതുപോലെ ഇസ്റ്റുവോ അങ്ങനെയൊക്കെ വേണം കേട്ടോ അവർക്ക്. അപ്പം അങ്ങനെ ഇതിപ്പോൾ എന്താണെന്നറിയാം ഞാൻ ചെയ്യണമെന്നറിയാം. അവിടെ ഞങ്ങൾക്കിപ്പോൾ ഈ അടുക്കളയിൽ ഈ ഒരു ജനൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഗ്യാസ് വെക്കണ ഭാഗത്ത് ജനലൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ജനൽ അടച്ച് കടന്നു കഴിഞ്ഞാൽ തീരെ വെളിച്ചം കിട്ടില്ല വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ ഭയങ്കര കാറ്റോട്ടോ. ഇവിടെ മുകളിലായതുകൊണ്ട് തന്നെ നല്ല കാറ്റാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ജനൽ വന്നിട്ട് ഇങ്ങനെ അടയും. അപ്പോൾ അതിൻ്റെ കുറ്റി ഇളകി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറ്റി ഞാനൊന്ന് കല്ലുകൊണ്ട് അടിച്ച് താത്തിയത് കേട്ടോ. പിന്നെ അപ്പം അങ്ങനെ ഞാൻ ഭൂരിയുടെ ഒക്കെ പരത്താൻ വേണ്ടി നിൽക്കാം കേട്ടോ. പിന്നെന്താ പറയാനുള്ളത്, പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. പിന്നെന്താ, ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ ഇല്ലേന്ന് എനിക്കറിയില്ലല്ലോ. ഒരാൾ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ നല്ല ഇഷ്ടമാവുന്നുണ്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട്. ബാക്കിയുള്ളവർക്ക് ഇഷ്ടമാവുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് കൂടെ ഇഷ്ടമാവുന്നുണ്ടോ ഇല്ലേന്നൊന്ന് കമൻറ്റ് അറിയിക്കണം കേട്ടോ. പിന്നെന്താ പറയാനുള്ളത്, കമൻറ്റിൽ ഇപ്പോൾ ഞാൻ രണ്ടാൾ ചോദിച്ച് ഇത്താടെ വീട് എവിടെ സ്ഥലം എന്നൊക്കെ. അപ്പോൾ ഞങ്ങളുടെ ഇക്കാടെ വീടെന്ന് പറഞ്ഞാൽ പാലക്കാട് ചെറുപ്പശ്ശേരിയിലാണ് കേട്ടോ ഇക്കാടെ വീടുള്ളത്. ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത് ട്രിവാൻഡ്രത്താണ് കേട്ടോ. ഇവിടെയാണ് ഇക്കാക്ക് ജോലി ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 4 വർഷമായിട്ട് ഇവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഈ ഓയിൽ പൊട്ടിക്കുമ്പോഴല്ലേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ ഇതുപോലെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുമ്പോൾ ഓയിൽ പൊട്ടിക്കാൻ ഭയങ്കര പേടിയാണ്. അവിടെ ഇതുപോലത്തെ ഡബ്ബിയാവില്ല, ചെറിയ കുപ്പികളായിരുന്നു കേട്ടോ അന്നൊക്കെ. അപ്പോൾ ഈ കുപ്പിയിൽ നിന്ന് പോകുമോ ഇല്ലേന്ന് ഭയങ്കര പേടിയാണ് ഈ പാക്കറ്റൊക്കെ ഒഴിക്കണ സമയത്ത്. ഇപ്പം പിന്നെ നമുക്ക് ചെയ്ത് ശീലമായി.
അങ്ങനെ ഇപ്പം അതാ ഭൂരിയൊക്കെ പൊരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. മക്കളെ നീച്ചിട്ടില്ല. അവർക്കിപ്പോൾ ഇന്ന് ട്യൂഷനും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ രണ്ടാളും നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ അവർ എണീക്കുന്നതിന് മുന്നേ ഒക്കെ ചെയ്ത് വെക്കണം. പിന്നെ ഇക്കുള്ള സമയത്താണെങ്കിൽ നേരത്തെ 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ ഇക്ക ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് നേരം കടന്ന് കുറച്ച് നേരം വൈകിട്ട് എണീറ്റത് കേട്ടോ. ഇക്കതുപോലെ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളെ ആദ്യമായിട്ട് നാട്ടിൽ പോണ ഞങ്ങളെ ഇവിടെ നിർത്തി ആദ്യമായിട്ട് നാട്ടിൽ പോണ സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു രാത്രിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ. ഇതുപോലെ ഇക്കാടെ ഉമ്മ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് സീരിയസ് ആയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ദിവസമൊക്കെ ഞങ്ങൾ 4-5 ദിവസം രാത്രി ഒറ്റയ്ക്കായിരുന്നു കേട്ടോ. പക്ഷെ ഒറ്റയ്ക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴത്തും ഇവിടെ ഇല്ലായിരുന്നു. മറ്റേ ആദ്യം താമസിച്ച വീട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ഭാഗം അടുത്തടുത്ത് വീടായിരുന്നു. അതുകൊണ്ട് പേടിക്കാനുണ്ടായിരുന്നില്ല. അപ്പം ആ ഒരു ധൈര്യത്തിലൊക്കെ ഞങ്ങളിലാക്കി പോയിട്ട് പിന്നെ അന്നാണെങ്കിൽ ഞങ്ങളൊപ്പം കൊണ്ടുപോകാനും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ മക്കൾക്ക് സ്കൂളും കാര്യങ്ങളും ഒക്കെ ഉള്ള സമയമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. ഇക്കാക്കാണെങ്കിൽ പോവാതിരിക്കാനും പറ്റില്ല ഹോസ്പിറ്റൽ കാര്യമായതുകൊണ്ട്. ഇപ്പം പിന്നെ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല കേട്ടോ. ഇപ്പം പിന്നെ ശീലമായി. ഇപ്പം ഇവിടെ വന്ന് വീട്ടിലാണെങ്കിലും അടുത്തടുത്ത് വീട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പോലെ തൊട്ട് തൊട്ട് വീടൊന്നുമില്ല. കുറച്ച് വിട്ട് വിട്ടാണ് വീട്. പക്ഷെ എന്നാലും അത്ര പേടിയൊന്നും തോന്നില്ല. പിന്നെ ഇപ്പം മക്കളൊക്കെ വലുതായില്ലേ, അതുകൊണ്ട് വലിയ പേടിയൊന്നും തോന്നാറില്ല കേട്ടോ. പിന്നെന്താ, അപ്പം അങ്ങനെ ഇതാ ഈസ്റ്റൊക്കെ ശരിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സ്റ്റൂവിൽ ഞാൻ ഒരു ചെറിയൊരു സീക്രട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഈ സ്റ്റൂ ഭയങ്കര ഇപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റിലായിരിക്കും. അപ്പോൾ അത് ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ. ലാസ്റ്റ് ഇവർ എന്താ നമ്മുടെ കടലമാവ് ഉണ്ടല്ലോ, കടലമാവ് അത് കുറച്ച് പച്ചവെള്ളത്തിൽ അത് നന്നായി ഇളക്കി കുറുക്കിയതിന് ശേഷം ലാസ്റ്റ് ഇത് ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ ഈ സ്റ്റൂവിന്. ഞാനത് കണ്ടതിന് ശേഷം ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ അത് നല്ല രസമാണ്. നമുക്ക് ഏകദേശം അത്ര കണ്ടില്ലെങ്കിലും ഏകദേശം ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ എന്താ സായി നല്ല ഉറക്കമാണ് കേട്ടോ. കിച്ച് നീച്ചുക്കണം, അവൻ ബാത്റൂമിലാണ്. ഇവൻ നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാൻ പുതപ്പൊക്കെ നേരെ കുറച്ച് നേരം കൂടി ഉറങ്ങിക്കോട്ടെ എന്നുകൊണ്ട് പുതപ്പൊക്കെ ഇട്ട് കൊടുത്തതാണ്. ഇപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഉറങ്ങാനൊന്നും ഒന്നും പറ്റൂലല്ലോ. അപ്പോൾ പാവം തോന്നും. സ്കൂളില്ലാത്ത ദിവസം മദ്രസ ഉണ്ടാവും. അങ്ങനെ പിന്നെന്താ, ഞങ്ങൾ വേസ്റ്റ് കൊട്ടാൻ പോണ സ്ഥലമാട്ടത്. ഇത് ഞങ്ങളുടെ ടെറസിൻ്റെ മുകളിൽ തന്നെ ഒരു ടാങ്കി ഉണ്ട്. അപ്പോൾ ടാങ്കിൽ എന്ന് പറഞ്ഞാൽ വെള്ളം ആദ്യം അവർ ഉപയോഗിച്ചിരുന്നതാണ് തോന്നുന്നു. പക്ഷെ ഇപ്പം അതിൽ എന്തെങ്കിലും കത്തിക്കുന്നുണ്ടെങ്കിൽ കത്തിക്കും, അല്ലെങ്കിൽ ഇതുപോലെ വേസ്റ്റൊക്കെ കൊണ്ടിട്ട് അപ്പം തന്നെ കാക്കയും പൂച്ചയും ഒക്കെ വന്നിട്ട് അത് തിന്നും. അല്ലാതെ സ്മെല്ല് എടുക്കുകയൊന്നുമില്ല കേട്ടോ. അപ്പം തന്നെ കാക്കകളും പൂച്ചകളും വന്നിട്ട് അത് കഴിച്ചിട്ട് പോകും. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയി കൊട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അവിടെ വയ്ക്കൽ. പിന്നെന്താ, അന്നിപ്പോൾ 10 മണിയൊന്നും അധികം പൂവിട്ടിട്ടില്ല കേട്ടോ. കുറച്ച് പൂക്കളുണ്ടായിട്ടുള്ളൂ. അങ്ങനെ അപ്പോൾ ഇന്ന് നല്ല വെയിലുമാണ്. പൊരി വെയിലാട്ടോ. അപ്പം നോക്കിയപ്പോഴാണ് ഞാൻ മീനിനെ തീറ്റട്ട് കൊടുക്കാൻ കാര്യം ഓർമ്മ വന്നത്. അപ്പം ഞാനതിന് മീന് തീറ്റൊക്കെ ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാലേ പിന്നെ മുകളിൽ വരുള്ളൂ കേട്ടോ. ഒറ്റ ഒഴിക്കന്നെ വരില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് വന്നിട്ടൊക്കെ കഴിക്കാൻ തുടങ്ങും. അപ്പം അന്ന് വെള്ളം മാറ്റിയിട്ട് ഇപ്പോൾ 3-4 ദിവസമായിട്ടുള്ളൂ. അപ്പത്തിനും വെള്ളം പായൽ കുടിച്ച പോലെ ആയിക്കണം. അപ്പം അങ്ങനെ ഇതാ ഞങ്ങൾ ചായ കുടിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുന്നത്. അവനിപ്പോൾ തന്നെ വേണ്ടാന്ന് പറഞ്ഞ്. പിന്നെ സായി നീച്ചിട്ടില്ല. അപ്പം ഞാൻ ചായയൊക്കെ കുടിക്കട്ടെ കേട്ടോ. ഇതിപ്പോൾ ഞാൻ വൈകുന്നേരം കേട്ടോ വോയിസ് ഓണർ കൊടുക്കണം. ഉച്ചയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. കിടന്നിട്ട് ഉറക്കം വന്നില്ല, നല്ല തലവേദന ഉണ്ടായിരുന്നു. പക്ഷെ ഉച്ചയ്ക്കാണെങ്കിൽ മക്കളുടെ സൗണ്ട് ഭയങ്കര സൗണ്ട് കേട്ടോ. ഒരു ഗെയിം കളിക്കുന്ന സൗണ്ട് എല്ലാം കൂടി. അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ കിച്ചു ട്യൂഷനും പോയി. മറ്റവൻ അവൻ്റെ കൂടെ പോയിട്ടാണ് മുടി വെട്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ പിന്നെ സ്വസ്ഥമായിട്ട് ഇരുന്ന് സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ വോയിസ് ഓണർ കൊടുക്കാമല്ലോ. അങ്ങനെ ഇരുന്നതാണ് കേട്ടോ. പിന്നെ എന്താ, ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടിച്ചു വാരി തുടക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നിന്നു കേട്ടോ. അപ്പോൾ വലിയ ചളിയും കാര്യങ്ങളൊന്നും ഉണ്ടാവലില്ല. പിന്നെ എൻ്റെ മക്കളുടെ റൂമിൽ അങ്ങനെ കച്ചറകളും ഒന്നും ആദ്യം കാര്യമായിട്ട് ഉണ്ടാവില്ല കേട്ടോ. ഞാൻ മക്കളെ പുകഴ്ത്തി പറയല്ല, അവരങ്ങനെ കച്ചറാക്കിയിരുന്ന കൂട്ടത്തിലല്ല. ഞാൻ അവരെ ചെറുപ്പം മുതലേ അങ്ങനെ ശീലാക്കിയോണ്ട്. പിന്നെന്താ, അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ മീൻ നേരാക്കാൻ വന്നു. മീന് മറ്റേ എന്താ പറയുക, നത്തള കിട്ടിക്കണം കേട്ടോ. ഇവിടെ ഇതിന് നത്തോലി എന്നാ പറയാ. ഇവിടെ തിരുവനന്തപുരത്ത് മീനുകൾക്ക് നമ്മുടെ നാട്ടിൽ പറയുന്ന പേരുകളൊന്നല്ല പറയാ. എന്താ പറയാ, അയിലച്ചമ്പാന് മറ്റേ കുഴിയാള, അതുപോലെ നമ്മുടെ എന്താ കൂന്തളിന് കണവ, പിന്നെ ചൂരയ്ക്ക് എന്താ പറയാ, കുടുതയ്ക്ക് ചൂര,
അങ്ങനെ പലതരം പേരുകളിലാണ് ഇവിടെ മീനുകൾ അറിയപ്പെടുന്നത്. പിന്നെ ഉണക്കമീനിന് എന്താ വേറെന്തോ ഒരു പേര് പറയുമല്ലോ, എനിക്ക് ഓർമ്മയില്ല. പറയാൻ കിട്ടാത്ത പേരുകളാണ് കേട്ടോ ഇവിടുത്തെ പേരുകൾ. നമ്മുടെ നാടും ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ ഇവിടുത്തെ ലാംഗ്വേജും കാര്യങ്ങളും ഒക്കെ. ഇത് വന്ന ടൈമിലൊന്നും അറിയണ്ടായിരുന്നില്ല കേട്ടോ. അതുപോലെ നമ്മുടെ കപ്പക്കിഴങ്ങിന് പൂള എന്നല്ല നമ്മുടെ ഇവിടെ പറയും. ഇവിടെ പൂള എന്ന് പറയാൻ പറ്റില്ല, ഇവിടെ വേറെ എന്തോ ഒരു വാക്കാണ്. പിന്നെ മത്തങ്ങ, കുമ്പളങ്ങക്കും മത്തങ്ങക്ക് പീയണിക്ക എന്നാണ് പറയാ കേട്ടോ. പിന്നെ കുമ്പളങ്ങക്കും വേറെ എന്തോ ആണ് പറയാ. ഇവിടെ കുമ്പളങ്ങ തീരെ കിട്ടാത്തൊരു ഐറ്റാണ് കുമ്പളങ്ങ. അഥവാ കുമ്പളങ്ങ കിട്ടണമെങ്കിൽ മാളുകളിൽ പോകണം, ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോയാലേ കുമ്പളങ്ങ കിട്ടുള്ളൂ. അല്ലാതെ നമ്മുടെ ഈ റോഡ് സൈഡിൽ കൂടെ ഉള്ള കടകളിലൊന്നും കുമ്പളങ്ങ കിട്ടാറില്ല. പിന്നെ മെയിനായിട്ട് നമ്മുടെ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുമ്പളങ്ങയല്ലേ പ്രധാനമായിട്ട് കിട്ടുക. ഇവിടെ പ്രധാനം എന്ന് പറഞ്ഞാൽ വെള്ളരിക്ക കിട്ടുക കേട്ടോ. വെള്ളരിക്ക എവിടെ പോയാലും കിട്ടും. പിന്നെ അപ്പം ഞാനിന്ന് സാമ്പാറും അവിയലും ഇന്ന് രാത്രി ആകുമ്പോഴത്തേനും വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്ക പോയതിൻ്റെ പിറ്റേ ദിവസമാണ്, തലേന്ന് പോയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഞാൻ വീഡിയോ എടുക്കണം കേട്ടോ. അപ്പം അന്ന് രാത്രിക്ക് എത്തും. രാത്രി 3 മണിക്ക് ട്രെയിൻ കയറി കഴിഞ്ഞാൽ രാത്രി 10 മണിയാകുമ്പോഴത്തേനും തിരിച്ചെത്തും. അപ്പോൾ എന്തായാലും രാത്രി ഭക്ഷണം കഴിക്കാനുണ്ടാവും. അപ്പോൾ സാമ്പാറും അവിയലും മീൻ പൊരിച്ചതൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് പച്ചക്കറിക്ക് വാങ്ങിക്കൊടുന്ന കേട്ടോ. അപ്പം മുരിങ്ങക്കായ ഞാൻ ഉണ്ടായിരുന്നില്ല. മുരിങ്ങക്കായ വാങ്ങിയത് 4 മുരിങ്ങക്കായ്ക്ക് 40 രൂപ, 10 രൂപ ഇട്ട മുരിങ്ങക്കായ്ക്ക്. നമ്മുടെ നാട്ടിലൊക്കെ മുരിങ്ങക്കായ വെറുതെ മരത്തിൽ നിന്ന് ആരും പൊട്ടിക്കാതെ ഒക്കെ എന്താ പറയുക ഉണങ്ങി പോണു. ഇവിടെ മുരിങ്ങക്കായ ഇല്ലാതെ ഒരു മീൻകറി ഇവിടെ ഉള്ളവർക്ക് വെക്കില്ല. ഇവിടെ ഉള്ളവർക്ക് മീൻകറി വെക്കണമെങ്കിൽ മുരിങ്ങക്കായ വേണം കേട്ടോ. അങ്ങനെയാണ്. പക്ഷെ ആ ഒരു മീൻകറിക്ക് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ കഴിച്ചിട്ടുണ്ട് ഇവിടെ. മറ്റേ ചൂരയാണ് കൂടുതലായിട്ടും വയ്ക്കുക. ചൂരയിൽ മുരിങ്ങക്കായ ഇട്ട് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. നമ്മൾ ഈ വെണ്ടയ്ക്കൊക്കെ വെക്കുമല്ലോ, എന്താ പറയുക, ഈ ഉണക്കമീനും വെണ്ടയ്ക്കൊക്കെ ഇട്ട്. പക്ഷെ ഇവിടെ മുരിങ്ങക്കായ അതുപോലെ കായ ഒക്കെയാണ് ഇവിടെ മീൻകറിയിൽ വെക്കുക. അപ്പോൾ അങ്ങനെ അവിയലിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ നോക്കുകയാണ് കേട്ടോ ഞാൻ. പിന്നെ ഇപ്പം എന്താ, അപ്പത്തിന് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വേഗം അരിയൊക്കെ ഇട്ട് കുക്കറിൽ വെച്ച് കൂട്ടാനുള്ള കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ വെക്കുകയാണ് കേട്ടോ. പിന്നെന്താ പറയുക, സാമ്പാർ അങ്ങനെ അടുപ്പത്തായിട്ടുണ്ട്. ഇനിയിപ്പോൾ മീൻ നേരാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മസാല തേച്ച് വെക്കട്ടെ. നിങ്ങൾക്ക് വണ്ടിയുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും കേട്ടോ. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഞങ്ങളുടെ പുറത്തു കൂടെ വണ്ടികളും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ വാതിൽ എത്ര അടച്ചിരുന്നാലും സൗണ്ട് കേൾക്കൂട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നായകളുടെ കുരക്കെ കേൾക്കൂട്ടോ. അവിടെ അടുത്തുകൂടെ ഒക്കെ ഹിന്ദുസുകളുടെ വീടുകളാണ്. ഞാൻ ഇപ്പം ഈ താമസിക്കുന്നിടത്ത് ഞാൻ മാത്രമേ ഉള്ളൂ മുസ്ലിമായിട്ട്, ഫുള്ള് ഹിന്ദുസാണ് കേട്ടോ. അപ്പം എല്ലാ വീട്ടിലും നായകളുണ്ട്. അതിൻ്റെ സൗണ്ടാണ് ഈ കുരകളൊക്കെ കേൾക്കുന്നുണ്ടാവുക. അപ്പം അങ്ങനെ ഇപ്പം അതാ ഞാൻ സാമ്പാറിനുള്ള തേങ്ങ ഒക്കെ വറുത്തരക്കുക കേട്ടോ. ഞാൻ വറുത്തരച്ചിട്ട് വെക്കൽ. ചില സമയത്ത് ഞാൻ തേങ്ങ അരക്കാതെയും വെക്കാറുണ്ട്. പക്ഷെ തേങ്ങ അരച്ചിട്ട് വെക്കണൊക്കെ കൂടുതൽ ടേസ്റ്റ് തോന്നുന്നത് കേട്ടോ. അതാവുമ്പോൾ 2 ദിവസം കൂട്ടും ചെയ്യാം. ഞാൻ 2 ദിവസത്തിനായിട്ട് വെക്കും. പിറ്റേ ദിവസം സാമ്പാർ ചൂടാക്കിയ പ്രത്യേക ടേസ്റ്റ്. നമ്മുടെ ഈ മോരുകറിയൊക്കെ പിറ്റേ ദിവസത്തിന് ടേസ്റ്റ് കൂടുന്നു പറയില്ല, അതുപോലെ സാമ്പാർ ഞാൻ അതുപോലെ 2 ദിവസത്തിന് വെച്ചാൽ പിറ്റേ ദിവസം ഫസ്റ്റത്തെ ദിവസത്തിനേക്കാളും ടേസ്റ്റ് കൂടട്ടെ പിറ്റേ ദിവസം. അങ്ങനെ ഞാൻ സാമ്പാർ പൊടി ഞാൻ ലാസ്റ്റ് ഇതുപോലെ തിളപ്പിക്കുന്ന സമയത്ത് കേട്ടോ സാമ്പാർ പൊടി ഇടുള്ളൂ. അതിൻ്റെ ഒപ്പം ഇട്ടിട്ട് വിസിലടുപ്പിച്ച് ഒരു മണം കിട്ടാത്ത പോലെ തോന്നും. ഞാൻ ലാസ്റ്റ് ഇടുള്ളൂ കേട്ടോ. അപ്പം അതങ്ങനെ അവിയലിനുള്ള കഷ്ണങ്ങൾ വേവണുണ്ട് കേട്ടോ. എന്ത് രസമല്ലേ കളറ് കാണാൻ. എനിക്ക് ഇങ്ങനെ കളർ കാണാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ ഈ മുരിങ്ങക്കായൻ്റെ കളർ അധികം മാറാൻ സമ്മതിക്കില്ല കേട്ടോ. അധികം ഉടക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. പെട്ടെന്ന് ഞാൻ എടുക്കും കേട്ടോ. സാമ്പാറായി. പിന്നെ അതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഞാൻ കുറച്ചധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതാക്കി വെച്ചാൽ പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്കത് എടുത്താൽ മതിയല്ലോ. പിന്നെ അവിയലും എനിക്ക് ആദ്യം ഉണ്ടാക്കാൻ അറിയണ്ടായിരുന്നില്ല കേട്ടോ. പിന്നീട് ഞാൻ ഇവിടെ വന്നതിന് ശേഷം അവിയലൊക്കെ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അവിടെ ആവുമ്പോൾ ഞാൻ അങ്ങനെ അടുക്കളയിൽ അങ്ങനെ വെപ്പ് പണിക്ക് അങ്ങനെ നിൽക്കലുണ്ടായിരുന്നില്ല, ഇക്കാടെ അമ്മ ഉള്ളതുകൊണ്ട്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി പരിശീലിച്ച് തുടങ്ങിയത്. പിന്നെ ഇപ്പം എന്താ പറയുക, ഞാനിങ്ങനെ വിചാരിക്കും, ഞാൻ ഇങ്ങനെ വോയിസ് ഓണർ കൊടുക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ ഇങ്ങോട്ട് സംസാരിക്കാണ്ട് അതിനനുസരിച്ച് ഇങ്ങനെ മറുപടി കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിക്കും കേട്ടോ. വീഡിയോ കഴിയുന്നവരെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടേ. പൊതുവേ ഞാൻ സംസാരം കുറവുള്ള ആളാട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം മക്കളൊക്കെ ഉണ്ടായതിനു ശേഷം ഞാൻ അധികം സംസാരം തുടങ്ങിയത് തന്നെ.
സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെ എല്ലാവരും പറയും ഞാൻ സൈലൻ്റാണ്. അതുപോലെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മായികളൊക്കെ പറയും ഞാനെന്താ അവാർഡ് ഫിലിം പോലെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട് കേട്ടോ. പിന്നെ മക്കൾ വലുതായതിനു ശേഷം പിന്നെ അത്യാവശ്യം ഞാൻ സൗണ്ടൊക്കെ പുറത്തെടുക്കാൻ തുടങ്ങി. ഇപ്പം അത്യാവശ്യം സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടോ. ഇപ്പോഴും ഫ്രണ്ട്സൊക്കെ കാണുമ്പോൾ പറയും ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയ നെജുമാന്ന് ചോദിക്കൂട്ടോ അവരൊക്കെ. മക്കളായ പിന്നെ എന്താ ഓട്ടോമാറ്റിക്കലി നമ്മളങ്ങനെ ആവുമല്ലോ. പിന്നെ ഇപ്പോൾ ആൺകുട്ടികളും കൂടിയാണ്. അവരൊക്കെ ആണെങ്കിൽ തല്ല് കൂടിയാൽ പിന്നെ പഠിച്ചോനെ അവരെ തല്ലുകൂട്ടൊക്കെ മാറ്റണമെങ്കിൽ നമ്മുടെ സൗണ്ട് മൊത്തം പുറത്തെടുത്താലും അവരെ തല്ലുകൂട്ടം മാറില്ല. അപ്പോൾ ഞാൻ അധികം തല്ലുകൂടുമ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് പോലെ കുറച്ച് കഴിഞ്ഞാൽ അവർ രണ്ടാളും ഒന്നാവും. പിന്നെ നമ്മൾ വെറുതെ ഒച്ച ഉണ്ടാക്കി നമ്മുടെ സൗണ്ട് പോയത് വെറുതെ ആവും. അപ്പം ഞാൻ അധികം മൈൻഡ് ചെയ്യാറില്ല. ഞാനങ്ങനെ മക്കളെ തല്ലാറൊന്നുമില്ല കേട്ടോ. ചെറുപ്പത്തിൽ നല്ല തല്ലിനാണ്. ഇപ്പോൾ വലുതായതിനു ശേഷം ഞാനങ്ങനെ തല്ലാറൊന്നുമില്ല. ഞാൻ അത്ര പറ്റാണ്ടാവുമ്പോൾ മാത്രം തല്ലാൻ നിൽക്കുള്ളൂ. പക്ഷെ അവർക്ക് വടി എടുക്കണ കാണുമ്പോഴേ അവർക്ക് ഭയങ്കര പേടി. അവർക്കറിയാം ഞാനങ്ങനെ തല്ലാൻ നിൽക്കാറില്ല. തല്ലി കഴിഞ്ഞാൽ പിന്നെ നല്ലതാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഞാൻ അധികവും ഞാൻ തല്ലാറില്ല. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതങ്ങനെ പണികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പോട്ടിട്ട് അപ്പോൾ സായി നിസ്കരിക്കണമല്ലോ. നിസ്കാരം കഴിഞ്ഞ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബായ്. അസ്സലാമു അലൈക്കും.